ആരാ? വിനിമോൾ. കണ്ടിട്ട് എത്ര ദിവസമായി മോളെ? അതല്ലേ ഞാൻ വന്ന ആന്റി. അങ്കിൾ വന്നില്ലേ? വരേണ്ടതാ. വന്നു തോന്നുന്നു. അല്ല, ഇതാര് വിനിയോ? മോളെ പോന്നു? ഇപ്പൊ വന്നതേ ഉള്ളൂ. എന്താ ബാബു, സുഖം തന്നെയല്ലേ? അതെ. ഇത് ബാബു, എന്റെ കോളേജിലെ ഒരു സ്റ്റുഡന്റ്. ഇത് വിനീത, എന്റെ ഒരു സുഹൃത്തിന്റെ മകളാ. സിനത്ത്, ചായ എടുക്ക. വിനി, യൂത്ത് ഫെസ്റ്റിവലിന് വന്നിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കുട്ടികളുടെ പാട്ട്? ഭയങ്കര ബോറായിരുന്നു. എന്നിട്ടാണ് ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയത്. ലോ കോളേജ് അല്ലേ, വല്ല ജഡ്ജിമാരെയും മണിയടിച്ച് കാണും. ബാബു, ഇത് കേട്ടോ? അത് അവർക്ക് കിട്ടാത്തതിലുള്ള അസൂയാണ് സാർ. ഞാൻ ഇറങ്ങരുത്. ശരി. ഇതെന്താ ഇവിടെ? പാവണിയകത്തുണ്ട്. കൂട്ടുകാരന് ഭക്തിയൊക്കെ ഉണ്ടല്ലേ? പിന്നെ പരീക്ഷയൊക്കെ അടുത്ത് വരെയല്ലേ. ഓ, അത് ശരി. ഞങ്ങളുടെ പാട്ട് വളരെ ബോറായിരുന്നു അല്ലേ? സംശയമുണ്ടോ? ഇങ്ങനത്തെ പാട്ടൊക്കെയാണോ പാടുന്നത്? വിനീതയുടെ ഇഷ്ടം അറിഞ്ഞിരുന്നെങ്കിൽ അതനുസരിച്ചൊരു പാട്ട് പാടാമായിരുന്നു. പിന്നെ ഈ സാരിയും ബ്ലൗസും തീരെ മാച്ച് ചെയ്യുന്നില്ല. ഇത് വല്ലതും അറിയാമയ്ക്കോ ശോശാമയ്ക്കോ ഒക്കെ പറ്റുള്ളൂ. അയ്യോ, ഞാൻ തമാശ പറഞ്ഞതല്ലേ. യു ലുക്ക് റിയലി ബ്യൂട്ടിഫുൾ. കയ്യിലൊരു ബൊക്കയും തലയിലൊരു നെറ്റും കൂടി ഉണ്ടെങ്കിൽ അസൽ മണവാട്ടിയായി. ഞാൻ വരട്ടെ. നല്ല നമ്പറാണല്ലോ, 555. 2, 3 കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഹോസ്റ്റൽ നമ്പറായി 33555. ഇത് നമ്മുടെ അതൊക്കെ പറ. പള്ളിയാണടാ മഹാഭാവി. പിന്നിൽ വിടാറാ. ഇനി കൈകാലം ഓടിക്കാനാ. ഹലോ, ലോ കോളേജ് ഹോസ്റ്റലാണോ? ബാബുവിനെ ഒന്ന് കിട്ടുമോ? കിട്ടുമല്ലോ. എന്ത് വിലക്കാണെങ്കിൽ എടുക്കും. ആരാ സംസാരിക്കുന്നേ? ആരെന്താ പേര് ചോദിക്കടാ. പേര് ചോദിക്കാം. ഹലോ, ഞാൻ പാവണ്ണയാണ്. കസിനോ? അതെ അതെ, ഞാനറിയാത്ത കസിൻ. പേരെന്തിട്ടാ കുട്ടിയുടെ? പേര് മറിയമ്മ. ബാബുവിനെ വേഗം ഒന്ന് വിളിച്ചേ. വിളിക്കാം. ഓൾഡേ ഞാൻ റഹ്മാനാണ്. വിളിക്കുമെന്ന് എനിക്ക് നേരത്തെ അറിയാം. ജീവിതത്തിന്റെ വിധി. ഹലോ. ഹലോ, ബാബു ആണോ? ഞാനാണ് വിനി. മറിയാമ്മല്ലേ? നീ എപ്പോ വന്നു? വൈകുന്നേരം കാണാം. അവിടെ തന്നെ. സ്വസ്ഥമായി